എല്ലാവരെയും ഭക്തജനങ്ങളെ ഭംഗിയായിട്ട് തൊഴിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ള ചുമതല ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ശരംകുത്തിയിൽ നിന്ന് നേരെ ചന്ദ്രകാന്തം റോഡിലേക്ക് രാത്രി മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് ആ സമയത്ത് നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നതാണോ അതോ അവിടെ കടന്നു പോയി നോക്കിയാൽ കാണാൻ എത്ര വഴികളുണ്ടെന്ന്, എത്രയോ വഴികളുണ്ട്. അത് നമ്മൾ ആ വഴിയിൽ കൂടി അല്ലാതെ തന്നെ അവർ വരാനായിട്ട് തീരുമാനിക്കണം. നേരായിട്ടുള്ളൊരു വഴി കിടക്കുമ്പോൾ എന്തിനാണ് ഈ വളഞ്ഞ വഴിക്ക് പോണത്? അപ്പോൾ അത് ഇന്നലെ നിങ്ങൾ കാണിച്ച വിഷ്വൽ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് കാണുന്നുണ്ടല്ലോ ആൾക്കാർ വരുന്ന വഴി എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അവിടെ ഓരോ സ്ഥലത്തും പോലീസിനെ നിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, അത് കാടാണ് സത്യം. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വന്ന് തൊഴുതിട്ട് പോകണം എന്നുള്ള തീരുമാനത്തോട് വേണം ഭക്തർ വരാൻ. അല്ലെങ്കിൽ ഏത് കുറുക്ക് വഴിയും അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതരുത്. അത് അവർക്കും അപകടമാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അത് ഭഗവാനെ ബുദ്ധിമുട്ടി. കാരണം വെച്ചാൽ പൂങ്കാവനം അങ്ങനെ മലിനപ്പെടുത്താനുള്ള വഴിയും കൂടെ അല്ല. ഭഗവാൻ ഇത്രയും വഴി തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിനകത്ത് വളരെ പരിമിതമായ വഴികൾ മാത്രമാണ് ഇതിനുവേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വന്യജീവി സങ്കേതത്തെ കൂടെ എന്താ പറയുക മലിനപ്പെടുത്തിയ രീതിയിലാണ് പലരും വരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെല്ലാവരോടുമായിട്ടുള്ള അഭ്യർത്ഥനയാണ്.